കളമശ്ശേരിയിൽ SOG ഉണ്ടായി, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടായി, നാർക്കോട്ടിക് കേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ ഡാൻസ് ഓഫ് ടീം ഉണ്ടായിരുന്നു, 4 ടീം ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു, കളമശ്ശേരി CI ലത്തീഫ് ഉണ്ടായിരുന്നു, തൃക്കാക്കര ACP ശ്രീ ബേബി ഉണ്ടായിരുന്നു, അതുപോലെ കളമശ്ശേരിയിലെ SIമാരുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ ടീമായിട്ടാണ് പോയത്, നല്ല ഫോഴ്സായിട്ടാണ് ഇന്ന് പോയത്. കാരണം ഹോസ്റ്റലാണെങ്കിലും ലോ അണ്ടർ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഫോഴ്സിലേക്ക് വിഷയമാവും. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ബ്രീഫ് ചെയ്ത് എല്ലാവരും ഒരേ സമയം തന്നെ പല റൂമുകളിലാണ് കയറിയത്. അതുകൊണ്ട് നമുക്ക് കേസ് കിട്ടിയത്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഹോസ്റ്റലിൽ, ഇപ്പോൾ ഞാനൊരു ഹോസ്റ്റൽ റൂമിൽ താമസിക്കുന്നു, അപ്പോൾ എൻ്റെ ഒപ്പം മറ്റ് 3 പേരുണ്ടെന്ന് വെക്കുക. അപ്പോൾ സ്വാഭാവികമായി ആ റൂമിൽ നിന്നൊരു കഞ്ചാവ് കണ്ടെടുത്താൽ ഞാൻ ഉപയോഗിക്കാത്ത ആളാണെങ്കിലും ഞാൻ അറിയാത്ത ആളാണെങ്കിലും ഞാൻ ആ അടക്കം അത് പ്രതിയാവും. അത് കഞ്ചാവ് NDPS ആക്ടിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ കഞ്ചാവ് ഉപയോഗിച്ചില്ലെങ്കിലും പങ്കില്ലെങ്കിലും നമ്മുടെ കൈവശത്തിലുള്ള സ്ഥലം കഞ്ചാവിൻ്റെ ഇതിന് വിപണനത്തിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്, നമ്മളും പ്രതി തന്നെയാണ്. NDPS ആക്ട് പ്രകാരം സ്ഥലം വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ. ഞാൻ അറിയാതെ മറ്റു 2 പേർ ഉപയോഗിച്ചാൽ പോലും തൽക്കാലത്തേക്ക് ഞാൻ അതിൻ്റെ പ്രതിപട്ടിക നമ്മൾ ബാധ്യസ്ഥനാണത്. അങ്ങനെ അവിടെ വിവരം ഉണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹം പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു റൂം മാറേണ്ടതാണ്. അത് മുൻകൂട്ടി അറിയാലോ, അത് കഞ്ചാവ് ഓഫൻസാണെന്ന് അറിയാലോ. അത് അപ്പോൾ സ്ഥലം വിട്ടുകൊടുത്താലും പുള്ളി ഇത് ഉപയോഗിച്ചില്ലെങ്കിലും സെയിൽ പങ്കില്ലെങ്കിലും പുള്ളി താമസിക്കുന്ന സ്ഥലം വിട്ടുകൊടുത്താലും മതി, പ്രതിയാവും NDPS ആക്ട് പ്രകാരം. അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ നമുക്ക് ഈ മറ്റു റൂമുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ കൂടി നമുക്ക് ഇതിൻ്റെ ഉൾപ്പെടുത്തേണ്ടി വരുമായിരിക്കുമല്ലോ ഒരു പക്ഷേ. ഇപ്പോൾ പിടിയിലാകാത്ത വിദ്യാർത്ഥികളടക്കം മറ്റു മുറികളിലെ വിദ്യാർത്ഥികളിൽ അത് കൂടുതൽ അന്വേഷണം നടത്തിയാൽ അറിയാൻ പറ്റുള്ളൂ. അല്ല, മുറിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാലും പ്രതിയാവും. മറ്റു വിദ്യാർത്ഥികൾ പങ്കുണ്ടാകുന്ന അന്വേഷിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാൽ പറയാൻ പറ്റും. കാരണം നിങ്ങൾ വന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ വെളിയിൽ നിന്നുള്ള ആളുകളുടെ വല്ല സ്വാധീനം ഉണ്ടായിരുന്നു, ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു? ആരെങ്കിലും ഓടി രക്ഷപ്പെടുന്ന അടക്കം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു? രക്ഷപ്പെട്ടു അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. അത് കോളേജിലെ വിദ്യാർത്ഥികളാണോ നമുക്ക് ഉറപ്പില്ല അല്ലേ? അത് നമുക്ക് അറിയാൻ പറ്റൂല. അത് ഇല്ല, വിദ്യാർത്ഥികൾ തന്നെ ചെറിയ ചെറുപ്പക്കാർ തന്നെയാണ് എല്ലാവരും. ഈ 250 രൂപയ്ക്കും 500 രൂപയ്ക്കുമുള്ള ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കാനാണ് ശ്രമം. പക്ഷേ നമ്മൾ ഈ കഞ്ചാവ് ക്യാമ്പസുകളിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ 2 കിലോ കഞ്ചാവ് ഇങ്ങനെ ഒരു ബണ്ടിലിൽ സൂക്ഷിക്കുക, പക്ഷേ അതിന് തൂക്കാനുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുക, അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത ഓപ്പറേഷനുകളിലൊന്നും അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പസുകളിൽ നിന്ന്? ക്യാമ്പസുകളിൽ ആദ്യമായിട്ടാണ് അത്. 2 കിലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ചെറിയ എന്തെങ്കിലും പാക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. 2 കിലോ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് വളരെ ആദ്യത്തെ ഒരു അനുഭവമാണത്. നടക്കാനിരിക്കുന്ന ആഘോഷത്തിലടക്കം ഉപയോഗിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നായിരുന്നു നമ്മുടെ ഒരു ഇൻഫർമേഷൻ. അത് നമ്മളിങ്ങനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്യാമ്പസുകളടക്കം കേന്ദ്രീകരിച്ചൊരു പരിശോധന തുടരുകയായിരുന്നു. നമ്മൾ ഈ കളമശ്ശേരി പോളിടെക്നിക്കിന് 1 മാസമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ 2 പേർ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിരീക്ഷണത്തിലായിരുന്നു പ്രത്യേകം. അപ്പോൾ ഇങ്ങനെ ഇന്നുണ്ടാവുന്ന സാധ്യതയുള്ളൂ. പ്രയർ ഇൻഫർമേഷനാണ്. നാളെ ഹോളി ആയതുകൊണ്ട് ഇന്ന് കൂടുതൽ കഞ്ചാവ് വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തി. അതുകൊണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ അടക്കമുള്ളൊരു സാന്നിധ്യവും ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കും. അതിൻ്റെ എത്ര ഇൻവോൾവ് ഉണ്ടെന്നല്ല നേരത്തെ അങ്ങനെ ഒരു പിടികൂടി സാഹചര്യം. അതെ, കൊടുത്ത ആളൊരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അയാളെ കേസിലൊക്കെ അറസ്റ്റ് ചെയ്യും. തുടർന്ന് അയാൾ കൊടുത്ത ആൾക്കാരെയും എൻ്റെ സോഴ്സ് തേടുകയും നമ്മൾ എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യും. ഒരു ഒറ്റ ചോദ്യം കൂടി. ഈ കളമശ്ശേരി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഹബ്ബാണ്, അത് നിരവധി സ്ഥാപനങ്ങളുടെ ഒരു സ്ഥലം. അവിടെ ഇത് കളമശ്ശേരി പോളിടെക്നിക്കിൽ മാത്രമുള്ള ഒരു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന സാധനമാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. കാരണം 2 കിലോ കഞ്ചാവുണ്ട്. ഹോസ്റ്റലിൽ 60 വിദ്യാർത്ഥികളേ ഉള്ളൂ. അപ്പോൾ ആ കളമശ്ശേരിയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ചില്ലറ വിൽപ്പന നടത്താനായി ആ പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിനെ ഉപയോഗപ്പെടുത്തിയതാണെന്ന് കരുതാൻ കഴിയുമോ? അങ്ങനെ കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതല്ല, ഏതായാലും നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് പോളിടെക്നിക് വിദ്യാർത്ഥികൾ ഉപയോഗിക്കാനാണെന്നാണ്. കൂടുതൽ പുറത്ത് വിദ്യാർത്ഥികൾ കൊടുക്കുന്നതാണ് കൂടുതൽ അന്വേഷണം നടത്തിയാൽ അറിയാൻ പറ്റുള്ളൂ.